Good morning. Today we are going to discuss a new topic, and the topic name is force systems. ഫോഴ്സ് സിസ്റ്റംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റംസ് ആണ്. കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റംസ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരെന്താണ്? കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം, എന്താണ് കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം? അന്ന് ആരോ പറഞ്ഞായിരുന്നു എന്താണ് കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന്. നോക്കൂ, കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഫോഴ്സ് സിസ്റ്റം. അതിനെയാണ് നമ്മൾ കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഒരു പ്ലെയിൻ? കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ലൈയിങ് ഓൺ എ സിംഗിൾ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ അടുത്ത നിങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു പ്ലെയിൻ? പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ? ഒരു പ്ലെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ വരും. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ കേൾക്കാം. അതായത് എന്താണ് കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം, എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് ലൈയിങ് ഓൺ എ സിംഗിൾ പ്ലെയിൻ എന്നൊക്കെ ഉള്ള ഒരു ഉത്തരം എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഒരു പ്ലെയിൻ? പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു 2D സർഫസിനെ വിളിക്കുന്ന പേരാണ് ഒരു പ്ലെയിൻ. ഓക്കെ, ഒരു 2D സർഫസിനെ വിളിക്കുന്ന പേരാണ് ഒരു പ്ലെയിൻ. ഓക്കെ, so I'm drawing a 2D surface in front of you. So this is a plane. This is a plane. 2D surface. 2D surface എന്ന് പറഞ്ഞാൽ എന്താണ്? 2 dimensional surface. അതായത് ഇതിന് 2 ഡയമെൻഷൻ കാണും. എന്തായിരിക്കും 2 ഡയമെൻഷൻസ്? ഇതൊക്കെ നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരിക്കും ഇതിന് 2 ഡയമെൻഷൻസ്? എന്തായിരിക്കും ഇതിന് 2 ഡയമെൻഷൻസ്? അതെ, എക്സ് ഡയമെൻഷനും വൈ ഡയമെൻഷനും, അല്ലെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഇതിന് കാണും അല്ലെ? ഇതിനൊരു എക്സ് ആക്സിസും കാണും, ഇതിനൊരു വൈ ആക്സിസും കാണും ഒരു പ്ലെയിനിന്. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഒരു കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, വീണ്ടും ഞാൻ പറയുകയാണ്, ഇറ്റ് ഈസ് ലൈയിങ് ഓൺ എ സിംഗിൾ പ്ലെയിൻ. ഇറ്റ് വിൽ ബി ലൈയിങ് ഓൺ എ സിംഗിൾ പ്ലെയിൻ. ഒരിക്കലും നമുക്ക് അതിനൊരു മൂന്നാമത്തെ ഒരു പ്ലെയിനിൽ, അല്ലെങ്കിൽ രണ്ടാമതൊരു പ്ലെയിനിൽ നമുക്ക് ആ ഒരു ഫോഴ്സ് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂല. ഒറ്റ പ്ലെയിനിലെ നമുക്ക് ആ ഒരു ഫോഴ്സ് സിസ്റ്റത്തെ പറയാൻ പറ്റൂ. ഓക്കെ, ഒറ്റ പ്ലെയിനിലെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാൻ കുറച്ച് കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. നോക്കൂ, കൺസിഡർ എ ബോഡി ഗിവൺ ഇൻ ദ പ്ലെയിൻ. അപ്പൊ നോക്കൂ, ഒരു ബോഡിയാണ്, ഒരു ഇറഗുലർ ബോഡിയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇറഗുലർ ബോഡി. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്, ഇതൊരു ഫോഴ്സ് ആണ്, ഇത് മറ്റൊരു ഫോഴ്സ് ആണ്. കണ്ടല്ലോ? അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ, ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താണ്? ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ ആണ്. ആ 2 ഡയമെൻഷണൽ പ്ലെയിനിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ 2 ഫോഴ്സിനെയും ഈ ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് ഈ ഫോഴ്സസിനെ എന്തെന്ന് വിളിക്കാം? കോപ്ലാനാർ ഫോഴ്സസ് എന്ന് വിളിക്കാൻ പറ്റും. എന്നാൽ നമ്മൾ മറ്റൊരു പ്ലെയിനിന് കൂടെ, അതായത് ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ പ്ലെയിനിനെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഫോഴ്സസിനെ കാണാൻ പറ്റൂ. ഇനി നമ്മൾ ഈ പ്ലെയിനിന്റെ ഈ വ്യൂവിനെ വിളിക്കുന്ന പേരാണ്, നിങ്ങൾ ഈ ഒരു പേരൊക്കെ നിങ്ങൾ ചിലപ്പം ഗ്രാഫിക്സിൽ കേൾക്കും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിന്റെ ടോപ്പ്
വ്യൂ ആണ്. ടോപ്പ് വ്യൂ ഓഫ് ദ XY പ്ലെയിൻ. ഓക്കെ, ഇത് എക്സ് ആക്സിസും വൈ ആക്സിസിന്റെയും ഇടയിലിരിക്കുന്ന പ്ലെയിൻ ആയതുകൊണ്ടാണ് ഞാൻ XY പ്ലെയിൻ എന്ന് വിളിച്ചത്. ഓക്കെ, ഇതിനെ XY പ്ലെയിൻ എന്നും വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മറ്റൊരു പേരും കൂടെ വിളിക്കാം, Z പ്ലെയിൻ എന്നും വിളിക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇറ്റ് ഈസ് ഫേസിങ് എലോങ് ദി Z ഡയറക്ഷൻ. അതായത് ഇപ്പൊ ഇത് എക്സ് ആണ്, ഇത് വൈ ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷൻ ആയിരിക്കും? Z ഡയറക്ഷൻ ആയിരിക്കും. Z ഡയറക്ഷനെ ഫേസ് ചെയ്തിരിക്കുന്ന പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ Z പ്ലെയിൻ എന്നും വിളിക്കാം. ഓക്കെ, ഇത് ഇതിന്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എടുക്കുകയാണ്. ഫ്രണ്ട് വ്യൂ, ഈ പ്ലെയിനിന്റെ ഫ്രണ്ട് വ്യൂ എടുക്കുകയാണ്. ഈ പ്ലെയിനിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. The front view of the plane will be a straight line. It will be actually like this. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന കോപ്ലാനാർ ഫോഴ്സസ്, ഞാൻ പറഞ്ഞു കോപ്ലാനാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിൽ കിടക്കുന്ന ഫോഴ്സസ് ആണ്. അപ്പോ ആ കോപ്ലാനാർ ഫോഴ്സസിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ, ഇതെന്ത് വ്യൂ ആണ്? ഫ്രണ്ട് വ്യൂ ആണ് അല്ലെ? ഇതെന്ത് വ്യൂ ആണ്? ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂവിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഓഫ് XY പ്ലെയിൻ. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഓഫ് XY പ്ലെയിൻ. ഈ ഫ്രണ്ട് വ്യൂ ഓഫ് XY പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ കോപ്ലാനാർ ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ആ ഫോഴ്സസിനെ ജസ്റ്റ് രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള ചില കൊലീനിയർ ആയിട്ടുള്ള കുറച്ച് ലൈൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ചിലപ്പോൾ കാണാൻ പോലും പറ്റില്ല. എന്നാൽ കോപ്ലാനാർ അല്ലാത്ത ഫോഴ്സസ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും. അതാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. അതായത് ഇത് മറ്റൊരു പ്ലെയിനിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോൺ കോപ്ലാനാർ ഫോഴ്സ്. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പൊ കണ്ട ഈ മുകളിലത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ട ഈ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫോഴ്സ് ഏത് ഫോഴ്സ്? ഈ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ കോപ്ലാനാർ ഫോഴ്സ്. അതായത് ഇത് ആക്ട് ചെയ്യുന്ന മറ്റൊരു പ്ലെയിനിൽ നിന്നാണ്. ഇതിന്റെ കൺസെപ്റ്റ് വളരെ ഡെപ്ത് ഉള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ ഇമാജിനേഷൻ വേണം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് വേറൊന്നുമില്ല, നമുക്ക് കോപ്ലാനാർ ഫോഴ്സസ് വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ഇൻ എ ഷീറ്റ്. നമുക്കൊരു 2 ഡയമെൻഷണൽ സ്പേസിലോ അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ സർഫസ്, 2 ഡയമെൻഷണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ്, ആ ഷീറ്റിൽ നമുക്ക് ഈ ഫോഴ്സസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നോൺ കോംപ്ലാനാർ ഫോഴ്സ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ആ ഒരു ഫോഴ്സിന്റെ ഇപ്പൊ ഷീറ്റിന്റെ മറ്റൊരു വ്യൂവിൽ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഒരു ഷീറ്റിന്റെ മറ്റൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വല്ലതും കാണാൻ പറ്റൂ? ഇല്ല. മനസ്സിലായല്ലോ? ഇതാണ് സംഭവം. ക്ലിയർ ആണോ? കോപ്ലാനാർ ഫോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻടു collinear forces, അതുപോലെ we can classify into concurrent forces, non-concurrent forces, അതുപോലെ parallel forces. ഓക്കെ, അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. എങ്ങനെയൊക്കെ? കോപ്ലാനാർ ഫോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻടു കൊലീനിയർ ഫോഴ്സസ്,
കൺകറന്റ് ഫോഴ്സസ്, നോൺ കൺകറന്റ് ഫോഴ്സസ് ആൻഡ് പാരലൽ ഫോഴ്സസ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം 2 ഡയമെൻഷണൽ ഫോഴ്സ് സിസ്റ്റം ആണ്, 3 ഡയമെൻഷണൽ അല്ല. ഇതിന് എക്സും വൈയും കമ്പോണന്റും മാത്രമേ കാണുള്ളൂ. അത് മറ്റൊരു കാര്യം. അതായത് നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ഫോഴ്സ് കമ്പോണൻസിന് നമുക്ക് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും മാത്രമേ കാണുള്ളൂ. 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു റെക്ടാംഗിൾ വരച്ച് അതിന് എന്തൊക്കെ കാണും? ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും. ലെങ്ത് എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ളത്, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷനിലുള്ളത്. അത് മാത്രമേ കാണുള്ളൂ. അതുപോലെ തന്നെ ഫോഴ്സിനും നമുക്ക് ഒരു എക്സ് ഡയറക്ഷനിലുള്ള ഒരു കമ്പോണന്റും കാണും, വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റും കാണും. അതായിരിക്കും നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ. എങ്ങനെയാണ് നമ്മളൊരു ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റുമായിട്ട് റിസോൾവ് ചെയ്യുന്നത്, എന്താണ് റെസൊല്യൂഷൻ, എന്താണ് കോമ്പോസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ്, തിയറി ടോപ്പിക്കാണ്. എന്താണ് കൊലീനിയർ ഫോഴ്സ്, എന്താണ് കൺകറന്റ് ഫോഴ്സ്, എന്താണ് നോൺ കൺകറന്റ് ഫോഴ്സ്, എന്താണ് പാരലൽ ഫോഴ്സസ്. ഓക്കെ, നോക്കൂ, ശ്രദ്ധിക്കണേ. സോ ശ്രദ്ധിക്കും, കൊലീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, കൊലീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൊലീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ suppose there is a line like this, and along this line, if numerous forces are acting along this line, along a single line, അതായത് ഒറ്റ ലൈൻ along ആയിട്ട് ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, 2-3 ഫോഴ്സസ് ഞാൻ വരച്ച് കാണിക്കുകയാണ്. അപ്പം ഇതൊരു ഫോഴ്സ്, ഇത് മറ്റൊരു ഫോഴ്സ്, അതുപോലെ മറ്റൊരു ഫോഴ്സ് ഇങ്ങോട്ട് തിരിച്ച് ആക്ട് ചെയ്യാണ്. സോ സിമിലർലി if there are 2 to 3 forces, then we call these forces as if this is F1, similarly I'm calling this force as F2, and similarly I'm calling this force as F3. So these forces can be known as, and these forces I'm calling it as collinear force. അതായത് ലീനിയർ ഫോഴ്സസ് ദാറ്റ് ആർ ആക്ടിങ് അലോങ് എ സിംഗിൾ ലൈൻ, അതായത് ഒറ്റ ലൈൻ. കോലീനിയർ, നേരെ കോപ്ലേനാർ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത്, കൊലീനിയർ അതായത് ഒറ്റ ലൈനിൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇതിനെയാണ് നമ്മൾ കൊലീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല അല്ലേ? നേരത്തെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് അങ്ങ് വിട്ടിട്ട് പോയി. ഫ്രണ്ട് വ്യൂവിന് മറ്റൊരു പേര് ഞാൻ പറഞ്ഞില്ല. ഫ്രണ്ട് വ്യൂ ഓഫ് എക്സ് വൈ പ്ലെയിൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ഓഫ് എനിത്തിങ്ങിനെ നമ്മൾ എലിവേഷൻ എന്നും പറയാറുണ്ട്. ടോപ്പ് വ്യൂ, ഒരു സാധനത്തിന്റെ ടോപ്പ് വ്യൂവിനെ നമ്മൾ പ്ലാൻ എന്ന് പറയാറുണ്ട്. എലിവേഷൻ, പ്ലാൻ. ഓക്കെ, ഇങ്ങനെ പലതരം വ്യൂസ് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഈ സെമ്മിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണെങ്കിൽ അടുത്ത സെമ്മിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ കൺകറന്റ് ഫോഴ്സ്. എന്താണ് കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്താണ് കൺകറന്റ് ഫോഴ്സസ്. സോ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൺകറന്റ് ഫോഴ്സ്. കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if there is a if there are forces that are acting if there are forces that are acting along a point, അതിനാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. Oh, the forces are acting along a point.
if the forces will be acting if the forces are acting along a point, then we call that as അത് ഇത് അതിൻ്റെ ബുദ്ധിമുട്ടാണ് വളരെ ഒരു കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്. നേരെ ഒന്നും നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല, അതാണ് പ്രശ്നം. Okay, similarly, I am taking this force also, and I will be drawing such that such that the forces will be passing through a single point. ഓക്കെ, അപ്പം ഇങ്ങനെ പോകുന്ന ഫോഴ്സ്, അതായത് ഒറ്റ പോയിന്റിൽ കൂടെയാണ് ഈ 3 ഫോഴ്സ് പോകുന്നത്. ഇപ്പൊ ഇങ്ങനെ ആയിരിക്കൂല ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, തിരിച്ചു ആവാം. മനസ്സിലായില്ലേ? ഫോഴ്സ് ഇങ്ങനെ ആവാം. നോക്കൂ, ഓക്കെ, ആൻഡ് ദ പോയിന്റ്, ഇവിടെയുള്ള നടുക്കുള്ള പോയിന്റ് എന്ന് പറഞ്ഞ ഇതാണ്, ഇത് റെഡ് വെച്ചല്ല വരച്ചത് നേരത്തെ. ഓക്കെ ഓക്കെ, നമ്മൾ ഓക്കെ, ഇതിനെയാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അതായത് ഓൾ ദ ഫോഴ്സസ് വിൽ ബി ആക്ടിങ് ത്രൂ എ പോയിന്റ്, അതായത് എല്ലാ ഫോഴ്സസും ഒറ്റ പോയിന്റിൽ കൂടെ ആയിരിക്കും പോകുന്നത്. നമ്മൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കൺകറൻസി. ഓക്കെ, നമ്മൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ്? പോയിന്റ് ഓഫ് കൺകറൻസി. നമ്മൾ ഇതിനെ പോയിന്റ് ഓഫ് കൺകറൻസി, പോയിന്റ് ഓഫ് കൺകറൻസി. അതുപോലെ ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ ഫോഴ്സ് സിസ്റ്റംസിനെ വിളിക്കുന്ന പേരാണ്, ഈ ഫോഴ്സ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് കൺകറന്റ് ഫോഴ്സസ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് കൺകറന്റ് ഫോഴ്സസ്. ഈ നോൺ കൺകറന്റ് ഫോഴ്സസ് ആണെങ്കിൽ ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കത്തില്ല പോകുന്നത്, വളരെ ദൂരെ ചുമ്മാ കുറെ റാൻഡം ആയിട്ടുള്ള കുറെ ഫോഴ്സസ് നമ്മൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു നോൺ കൺകറന്റ് ആയിട്ടുള്ള ഫോഴ്സ്. അപ്പൊ ഇങ്ങനെ ചുമ്മാ കുറെ ഫോഴ്സസ് വരച്ച് വെച്ചാൽ, അല്ലെങ്കിൽ ഇഫ് ഓൾ ദ ഫോഴ്സസ് ആർ നോട്ട് ആക്ടിങ് ത്രൂ എ പോയിന്റ്, അല്ലെങ്കിൽ ഇതുപോലെ ലൈൻ ആയിട്ടൊന്നും അല്ല പോകുന്നതെങ്കിൽ അപ്പം കൊലീനിയറും അല്ല കൺകറന്റ് ഫോഴ്സസും അല്ല. അപ്പൊ അങ്ങനത്തെ ഫോഴ്സസിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? നോൺ കൺകറന്റ് ഫോഴ്സസ്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാരലൽ ഫോഴ്സസ്. പാരലൽ ഫോഴ്സസ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും എന്താണ്. അതെ, ദ ഫോഴ്സസ് വിൽ ബി ആക്ടിങ് പാരലൽ ടു ഈച്ച് അതർ. കുറച്ചുകൂടെ കട്ടി കൂട്ടാൻ പേപ്പർ. ഓക്കെ, കണ്ടല്ലോ, രണ്ട് ഫോഴ്സസ് പാരലൽ ആണ്. ആൻഡ് ഇഫ് ദ ടു ഫോഴ്സസ്, രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലേക്ക് പാരലൽ ആണെങ്കിൽ, ഇഫ് ദ ഫോഴ്സസ് ആർ if they are acting in the same direction, നമ്മൾ വിളിക്കുന്ന പേരാണ് like parallel forces. രണ്ട് ഫോഴ്സസും ഒരേ ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് like parallel forces. അതുപോലെ if the two forces are acting ഒന്ന് ഇങ്ങോട്ടും അതുപോലെ ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ കേസ് നമ്മൾ വിളിക്കുന്ന പേരാണ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. അങ്ങനത്തെ കേസ് നമ്മൾ വിളിക്കുന്ന പേരാണ് അൺലൈക്ക് പാരലൽ ഫോഴ്സസ്. നമ്മൾ ഈ അൺലൈക്ക് പാരലൽ ഫോഴ്സസ് ഒരു സ്പെസിഫിക് ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ആ ഏരിയ വിളിക്കുന്ന പേരാണ് മൊമെന്റ് എന്ന് പറയും, മൊമെന്റ് ആൻഡ് കപ്പിൾ. മൊമെന്റ് എന്ന് പറഞ്ഞാൽ കപ്പിൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ മൊമെന്റ് എന്താന്ന് പഠിക്കണം. ഓക്കെ, നമ്മൾ ഈ മൊമെന്റും കപ്പിളും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അൺലൈക്ക് പാരലൽ ഫോഴ്സസിനെ പറ്റി അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അവിടെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്, അവിടെ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും, ബട്ട് ദേ വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ കപ്പിളിന് കപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങളൊരു ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റെഗുലേറ്ററിന്റെ സ്പീഡ് കൂട്ടുമ്പോഴോ ഒരു നോബ് തിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് കപ്പിൾ. അതായത് നമ്മൾ ഈക്വൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളൊരു മെമ്പറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കപ്പിൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫോഴ്സസ്.
So the next topic that we will be discussing in the next class, since the session was a bit longer, so I will be discussing the next topic in the next class, and in the next class we'll be discussing about composition and resolution of forces. Composition and resolution of forces, and the next session will be much more longer than this session, so you can expect longer session in the next class. നമ്മൾ ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെയൊക്കെ ഇച്ചിരിയും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും വളരെ ക്രൂഷ്യലാണ്. കാരണം നമ്മളെ ഫോഴ്സ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഒരുപാടധികം ഇമ്പോർട്ടൻസ് ഉള്ള പോർഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ് +1, എന്നാൽ നമുക്കൊന്നുകൂടെ പഠിക്കാം. ഓക്കെ.